ഇനി തരുന്ന പ്രോബ്ലംസ് പ്രീവിയസ് ഇയറിൽ ഒരു CSIR ചോദിച്ച പ്രോബ്ലമാണ്. CSIR ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഈസ് find the output waveform of given circuit. ഇൻപുട്ട് 1 വോൾട്ട് ഉള്ള 1 to 1 വോൾട്ടേജ് പീക്ക് ടു പീക്ക് ഉള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് സൈനസോയ്ഡൽ സിഗ്നലാണ് കൊടുക്കുന്നത്. ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. സത്യത്തിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറും ട്രാൻസിസ്റ്ററൊക്കെ ഉള്ളൊരു സർക്യൂട്ടാണ്. ബട്ട് ഇതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. This was the circuit. This is 5K. This is 10K. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഫോമിലാണ്. കാരണം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നതും ഒരു ഇൻവെർട്ടിംഗ് ടെർമിനൽ തന്നെയാണ് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, സോറി ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ആൻഡ് ഹിയർ ദി ഔട്ട്പുട്ടിനകത്ത്, ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് കൊടുത്തതിൽ ഇവിടെ ഒരു കമ്പാരറ്റർ പോലത്തെ ഒരു സർക്യൂട്ട് ഉണ്ട്. കാരണം ഇതൊരു കമ്പാരറ്റർ ആണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഫീഡ്ബാക്ക് ഒന്നുമില്ല. ഫീഡ്ബാക്ക് ഒന്നുമില്ലെങ്കിൽ പോസിറ്റീവിൽ മോർ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് നെഗറ്റീവിനേക്കാളും എങ്കിൽ ഇതൊരു പ്ലസ് VCCയിലേക്ക് സാച്ചുറേറ്റ് ചെയ്യും. പോസിറ്റീവ് ടെർമിനലിൽ, അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് കമ്പയർഡ് ടു ദിസ് ഇൻവെർട്ടിംഗ് ടെർമിനലിനേക്കാളും നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. ഇറ്റ് വിൽ ഗോസ് ടു മൈനസ് VSAT. ഈ മൈനസ് VSATിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മൈനസ് VSAT ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. NPN ട്രാൻസിസ്റ്റർ, ക്യാൻ ഫൈൻഡ് ദാറ്റ് NPN ട്രാൻസിസ്റ്റർ. പോസിറ്റീവിലേക്ക് ഒരു നെഗറ്റീവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ് റീജിയൻ. അപ്പോൾ ഒരു നെഗറ്റീവ് സാച്ചുറേഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓപ്പൺ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവം? ഈ 5K ഇൻ എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഓപ്പൺ ആണ്, 5Kയുടെ എഫക്റ്റ് ഇൻ എഫക്റ്റ് ഉണ്ടാവില്ല.
That's another point very important drawing ആയിരുന്നു. ഓക്കെ, അപ്പം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവില്ല. സോ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് 10K റെസിസ്റ്റർ മാത്രമായിരിക്കും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, വെനെവർ ദീസ് വി ഔട്ട് ഈസ് നെഗറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിലൊരു പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. സോ ദിസ് വിൽ ബി ആക്ട് ആസ് കളക്ടർ എമിറ്റർ ഈസ് ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. സോ ദ എഫക്റ്റീവ് RF വിൽ ബി 5K പാരലൽ 10K. ആ റെസിസ്റ്റൻസ് ആയിരിക്കും കിട്ടുക. നിങ്ങൾ തന്നെ വരയ്ക്കാൻ പറ്റുമോ നോക്കി ഔട്ട്പുട്ട് വേവ് ഫോം. അതിനകത്ത് 4 വേവ് ഫോം തന്നിട്ടുണ്ടായിരുന്നു. ആ വേവ് ഫോം ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾ തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ എൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേവ് ഫോം ചൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ കിട്ടുക, ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുക. കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് നമുക്ക് തന്നെ അറിയാം. സോ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആകുമ്പം എന്താണെങ്കിലും അതിനകത്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും ഔട്ട്പുട്ടിൽ. സോ അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ 2 സൈക്കിളിൽ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വേവ് ഫോം. will look like this. This is minus 10 voltage and here it is plus 10/3 voltage. This is the waveform. Okay. എല്ലാവർക്കും കിട്ടിയോ ഇത് എങ്ങനെയാണെന്നുള്ളത്? ഞാൻ പറയണോ? ഇത് ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇത് വേവ് ഫോം കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് അല്ലേ. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടും. അപ്പം എന്താണെങ്കിലും നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് ആദ്യം പോസിറ്റീവ് സൈക്കിളാണ്, രണ്ടാമത് നെഗറ്റീവ് സൈക്കിളാണ്. സോ ഇന്ന് പോസിറ്റീവ് സൈക്കിളിൽ നമുക്ക് എന്താണ് നെഗറ്റീവ് സൈക്കിളേ കിട്ടുള്ളൂ, നെഗറ്റീവ് സൈക്കിളും പോസിറ്റീവ് സൈക്കിളേ കിട്ടുള്ളൂ. ദാറ്റ് വി അണ്ടർസ്റ്റുഡ്, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇനീഷ്യലി എൻ്റെ ഇൻപുട്ട് പോസിറ്റീവ് സൈക്കിളാണെന്ന് വിചാരിക്കും. സോ ഇനീഷ്യലി എൻ്റെ ഇൻപുട്ട് പോസിറ്റീവ് സൈക്കിൾ ആണെങ്കിൽ ദിസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇവിടെ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നെഗറ്റീവ് ആയ കാരണം ഈ കമ്പാരറ്റർ നോക്കുക. ഈ കമ്പാരറ്റർ നോക്കുമ്പം ഇതൊരു കമ്പാരറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. കമ്പാരറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സീറോ ക്ലോസ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇതിനകത്ത് പ്ലസ് വി സാറ്റ് മൈനസ് വി സാറ്റ് ഒന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് കാരണം ഓപ്പൺ ലൂപ്പ് സർക്യൂട്ട് ആയ കാരണം നമുക്കറിയാം സീറോ ക്ലോസ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു കമ്പാരറ്റർ സർക്യൂട്ട് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ A1ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവിലാണ് ഇവിടെ പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റ് ആയിരിക്കും. സിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റ് ആയിരിക്കും. ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് സൈക്കിൾ, സോ ഇറ്റ് ഈസ് നെഗറ്റീവ് സൈക്കിൾ. സോ ദ കമ്പാരറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നെഗറ്റീവ് സിഗ്നലാണ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻവെർട്ടിംഗ് ടെർമിനലിനെ അപേക്ഷിച്ച് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ഉള്ളത്.
സോ ഈ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റ് ആണ്. ഓക്കെ, ഈ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഇവിടെ പി ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു നെഗറ്റീവ് വോൾട്ടേജ് പി ടെർമിനലിലേക്ക് കൊടുത്താൽ, അതായത് ഇതിൻ്റെ ബേസിലേക്ക് കൊടുത്താൽ, ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ഓഫ് റീജിയനിലായിരിക്കും ഈ ട്രാൻസിസ്റ്റർ ഉറപ്പായിട്ടും വർക്ക് ചെയ്യുക. അതായത് ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. എപ്പോഴാണ് ഇത് ക്ലോസ്ഡ് അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിൽ ബേസിൽ ഒരു ഹയർ പൊട്ടൻഷ്യൽ, പോസിറ്റീവ് പൊട്ടൻഷ്യൽ വരുമ്പോൾ മാത്രമാണ് ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട്, അതായത് കളക്ടർ എമിറ്റർ ഷോർട്ടായിട്ട് ആക്ട് ചെയ്യുള്ളൂ. നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടിൽ അത് നോക്കിയതാണ്. ഡിജിറ്റൽ സർക്യൂട്ടിൽ എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. സോ ഈ കളക്ടർ എമിറ്ററും ഈ കേസിൽ ഓപ്പൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യുമ്പം എൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ 5K പാരലൽ 10K അല്ല, ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടാണുള്ളത്. സോ ഇൻ എഫക്റ്റ് ഇതിൻ്റെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പോസിറ്റീവ് സൈക്കിളിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൺലി 10K മാത്രമായിരിക്കും എഫക്റ്റീവിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -RF/R1, ദിസ് RF/R1, അതായത് -10 ആയിരിക്കും ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വരുന്നത് 10 ആയിരിക്കും. സോ നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -10 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ നമ്മളൊരു സൈനസോയിഡ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈക്കിളിൽ ഈ സർക്യൂട്ടിൽ നിന്ന് എനിക്ക് ആംപ്ലിഫിക്കേഷൻ കിട്ടാൻ പോകുന്നത് -10 പീക്ക്, കാരണം അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ -10 ആണ്. ഓക്കെ, സോ ഇന്ന് നെഗറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവ് സൈക്കിളിൽ Vin ഈസ് നെഗറ്റീവ്, ദിസ് കമ്പാരേറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ബിക്കോസ് ഇത് ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയ കാരണം ഈ A1ൻ്റെ ഔട്ട്പുട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആവും. സോ ദ കമ്പാരേറ്റർ ഔട്ട്പുട്ട് വിൽ ബി ഓൾസോ പോസിറ്റീവ് വോൾട്ടേജ്, ബിക്കോസ് ഹയർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് വരുന്നത്. സോ ദിസ് കളക്ടർ ആൻഡ് എമിറ്റർ ഈസ്, ഇപ്പോൾ കളക്ടർ എമിറ്ററും ഷോർട്ട് സർക്യൂട്ടിലായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കളക്ടർ എമിറ്റർ ഷോർട്ട് സർക്യൂട്ടിൽ ആക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ എഫക്റ്റ് ഈ RF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക്, എൻ എഫക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് 10 പാരലൽ 5K എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. 10 പാരലൽ 5K എന്ന് പറയുന്നത് 5 × 10 50/15, ദാറ്റ് മീൻസ് 10/3 ആയിരിക്കും അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. സോ വി വിൽ ഗെറ്റ് ഇൻ പോസിറ്റീവ് സൈക്കിൾ വി വിൽ ഗെറ്റ് ദ ഗെയിൻ ആസ് +10/3 voltage, maximum voltage. When it is 1 voltage, -1 voltage, the peak voltage will be +10/3 voltage, because the gain is -10/3 ആണ്. So minus into -1 voltage is +10/3 voltage എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണ് ഈ വേവ് ഫോം സർക്യൂട്ടിൽ നിന്ന്? ഓക്കെ, സോ ഇതുപോലെ നമ്മുടെ കുറച്ച് ലോജിക്കോടെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്യൂട്ടിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും, ഈസി ആയിട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം പ്രീവിയസ് TIFR ക്വസ്റ്റ്യൻ പേപ്പർ. സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. In the given circuit, if the input voltage V1 and V2 are to be amplified, by same amplification factor. Same amplification factor. Find the value or the value of R should be. സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് V1 ആൻഡ് V2 എന്ന് തന്നിട്ടുണ്ട്. അത് ആംപ്ലിഫൈഡ് ബൈ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആറിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡയഗ്രം കാണുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ക്ലിയർ ആവും.
this value is R, so this is R1, this is R2, and this is 22K, and this is 10K, and this is R3, that is 15K, and this is V0, this is V2, and this is V1. Okay, this was the diagram. ജസ്റ്റ് പെട്ടെന്ന് ഡയഗ്രാം വരച്ചെടുത്തു. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് V1 ആൻഡ് V2 ഷുഡ് ബി ആംപ്ലിഫൈഡ് ബൈ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അത് V1ഉം V2 ആംപ്ലിഫൈ ചെയ്യണ ഈ സർക്യൂട്ടിൽ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടറായിട്ട് ആംപ്ലിഫൈ ചെയ്യും. അപ്പം നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം V1 ആംപ്ലിഫൈ ചെയ്യണം, ഇനീഷ്യലി ഈ V1 ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ V2 ഷുഡ് ബി ഗ്രൗണ്ട് പൊസിഷൻ. V2 ഗ്രൗണ്ട് പൊസിഷനിലാണ് V1ൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നോക്കുക. ഇനി V2 കൊടുക്കുക, V1 ഗ്രൗണ്ട് പൊസിഷനിലാക്കുക, ദെൻ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നോക്കുക. ശരിക്കും ഈ സർക്യൂട്ടിൻ്റെ ആംപ്ലിഫിക്കേഷൻ നടക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ കൺസെപ്റ്റിൽ വയ്ക്കാം. അതായത് നമ്മൾ ഒരു സിഗ്നൽ ഇല്ലാത്തപ്പം ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എത്രയാണ്, ഈ സിഗ്നലിൻ്റെ ആംപ്ലിഫിക്കേഷൻ, ഈ സർക്യൂട്ടിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എത്രയാണെന്ന് നോക്കുക. അതുപോലെ അടുത്ത സിഗ്നൽ ഇല്ലാത്തപ്പോൾ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ രണ്ടിൻ്റെ സം ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നു, ഇതിൻ്റെ കുറച്ചുകൂടെ ഈ പ്രോബ്ലം ക്ലാരിറ്റി ആക്കി തരാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V0 എന്ന് പറയുന്നത് A1 V1 പ്ലസ് A2 V2 ആയിരിക്കും. ഓക്കെ, വേറെ A1 V1 എന്ന് പറയുന്നത്, ഈ A1 എന്ന് പറയുന്നത് വെൻ V2 0 ആയിരിക്കുമ്പോഴുള്ള ഗെയിനാണ് A1 എന്ന് പറയുന്നത്. ഓക്കെ, A1 ഈസ് ഈക്വൽ ടു V0 ബൈ V1 വെൻ V2 ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. ഓക്കെ, അതുപോലെ തന്നെ E2 എന്ന് പറയുന്നത് V0 ബൈ V2 ആണ് വെൻ V1 ഈസ് 0 ആകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുക. വട്ട് ഈസ് A1 എന്താണെന്ന് ആദ്യം നോക്കുക. A1 എന്ന് പറഞ്ഞാൽ V2 0 ആക്കുമ്പോഴുള്ളതാണ്. V2 0 ആക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, V2 ഗ്രൗണ്ട് ചെയ്യുക. V2 ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സിഗ്നൽ കിട്ടുക, V2 ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്താണ്, 1+RF/R1 ആണ്. ഓക്കെ, ക്ലിയർ ആയി, 1+RF/R1 ആണ്. പക്ഷേ ഈ V1 അല്ല ഇൻപുട്ട് വോൾട്ടേജ് കിട്ടുക. ഇവിടെ കിട്ടുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് R ഡിവൈഡഡ് ബൈ R+15K ഇൻറ്റു V1 ആണ്. കാരണം ഈ എഫക്റ്റീവ് വോൾട്ടേജ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ആണ് എഫക്റ്റീവ് വോൾട്ടേജ് ആയിട്ട് ഈ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ കിട്ടുന്ന എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1 ഈ വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജ് VA എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. VA എന്ന് പറഞ്ഞ വോൾട്ടേജ് എന്താണ്, VA ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു R ഡിവൈഡഡ് ബൈ R+R3 എന്ന് പറയുന്ന ഫോമിലാണ് കിട്ടുക. ഇൻറ്റു 1+RF/R1 ആണ് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ ഐഡിയ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 1 എങ്ങനെ എഴുതാൻ പറ്റും? V0 ഈസ് ഈക്വൽ ടു A ഇൻറ്റു A1 ഇൻറ്റു V1. സോ ഇക്വേഷൻ 1 ഈസ് ഈക്വൽ ടു V0 A1. A1 എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് വെൻ V2 0 ആകുമ്പോഴാണ് നമുക്ക് A1 കിട്ടുക. V2 0 ആയി കഴിയുമ്പോൾ, V2 ഗ്രൗണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VA ഇൻറ്റു 1+R2 ഡിവൈഡഡ് ബൈ R1 ആണ് A1 എന്ന് പറയുന്നത്.
ഇൻറ്റു V1 ആണ് നമുക്ക് കിട്ടും. സോറി, ഇൻറ്റു V1 അല്ല, VA ഇൻറ്റു എന്നാണ് കിട്ടുക. സോ ഇത്രയാണ് A1 കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദിസ് വൺ. ഇനി V2 0 ആവുമ്പോൾ, സോറി V1 0 ആവുമ്പോൾ എന്താണ് V2 എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ്, ഇത് ഗ്രൗണ്ട് ആയിപ്പോയി, ഇത് മൊത്തം ഗ്രൗണ്ട് ആയിപ്പോയി. സോ V2 ഇൻറ്റു -R2/R1 എന്നാണ് കിട്ടുക. സോ V2 ഇൻറ്റു -R2 ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഇക്വേഷൻ. ഇതാണ് ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ A2 എന്ന് പറയുന്ന ഫാക്ടർ. ഓക്കെ, സോ എന്താണ് പറയുന്നത്? A1 ഷുഡ് ബി A2 ആയിരിക്കണം. സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിൽ തന്നെ A1 A2 നടത്തുന്നതാണ്. ഇവിടെ VA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹിയർ? VA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ VA എന്ന് പറഞ്ഞാൽ V1 ഇൻറ്റു R ഡിവൈഡഡ് ബൈ R പ്ലസ് R3 ആണ്. സോ V1 into R divided by R plus R3 ആണ് VA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, into 1 plus R2 divided by R1 plus minus V2 R2 R1 or minus ഇട്ടില്ലെങ്കിൽ V2 into -R2/R1. സോ ഇങ്ങനെ കിട്ടും. സോ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സർക്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, രണ്ടും ആംപ്ലിഫൈ ചെയ്യുന്ന സെയിം ആംപ്ലിഫിക്കേഷൻ V1 ഷുഡ് ബി ആൻഡ് V2 ആർ ആംപ്ലിഫൈഡ് ബൈ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, V1 V2 ഹിയർ V1 ആൻഡ് V2 ഷുഡ് amplify by same amplification factor. Same amplification factor വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യണം. സോ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ദിസ് R ഡിവൈഡഡ് ബൈ R പ്ലസ് R3 ഇൻറ്റു 1 പ്ലസ് R2 divided by R1 should be equal to minus R2 divided by R1. എന്നാൽ മാത്രമാണ് സെയിം ആംപ്ലിഫിക്കേഷൻ. ദിസ് ഫാക്ടറും സെയിം ആണെങ്കിൽ മാത്രമാണ് രണ്ടും സെയിം A1 should be A2 എന്ന് പറയുന്ന ഫോമിലേക്ക്. ഇതാണ് നമുക്ക് കിട്ടുന്ന A1, ഇതാണ് നമുക്ക് കിട്ടേണ്ട A2 എന്ന് പറയുന്നത്. സോ these two should be amplified by same amplifier. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോ ആറിൻ്റെ വാല്യൂ ആണ് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. സോ R ഡിവൈഡഡ് ബൈ R പ്ലസ് വാട്ട് ഈസ് R3 വാല്യൂ ഈസ് 15K ഇൻറ്റു 1 പ്ലസ് R2 divided by R1, that is 22K divided by 10K should be equal to minus R2 by R1, that is minus 22K divided by 10K ആയിരിക്കും. should be the equation. ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. then into R plus R, this is 33K by 10K, that is from that equation we will get 33
ഇങ്ങനെ കിട്ടും 33k divided by 10k into this one is equal to 22 by 10, that is 32k into r is equal to 330k plus 22k r. Okay, so from that we will get 32, this 22, 10 10k into r is equal to 33. From that the r should be 33k. Okay. From that you will get r is equal to 33k. r ന്റെ വാല്യൂ 33k ആണ് കിട്ടും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഇതിനകത്തേട്ട് വന്നതെന്നുള്ളത് ക്ലിയർ ആണോ? കുറച്ചുകൂടി ഉറച്ചു പറയുമോ? സോറി, ഇവിടെ പ്രോബ്ലത്തിൽ എഴുതിയത് ആറിന് മാത്രമേ വരൂ. ഇവിടെ എഴുതിയപ്പോൾ തെറ്റിയത് 10r is equal to 33k ആയിട്ട്. നിങ്ങളിത് സോൾവ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, 10k ഇവിടെ വരും. അപ്പോൾ 33k by 10k എന്ന് പറയും. അപ്പോൾ 33k by 10k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 220 by this 330 എന്ന് വരും. അതായത് 220 by 330 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/10 എന്ന് വരും. ഓക്കെ, സോ 10r is equal to, നിങ്ങളതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മതി. 10r is equal to r plus 15k എന്ന് വരും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ നിങ്ങളപ്പം മനസ്സിലാക്കേണ്ട, ഈ പ്രോബ്ലത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ട് സിഗ്നലും സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിഗ്നൽ ഗ്രൗണ്ടിൽ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കാണുക, അടുത്ത തവണ രണ്ടാമത്തെ ഗ്രൗണ്ട് ചെയ്യുക, എന്നിട്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കാണുക, അതിൻ്റെ ഗെയിൻ കാണുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുക. സോ ആ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലോട്ട് V0 എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെ സം ആയിരിക്കും. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ കണ്ടാൽ മതി. സിമിലറായിട്ടൊരു പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പം നിങ്ങൾക്കത് കൂടുതൽ അതിനെക്കുറിച്ച് അവെയർ ആവും. സോ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് R for such that V0 should be V2 by 3 minus 2V1. Okay, so this was the circuit.
ഓക്കെ, ഔട്ട്പുട്ട് ഷുഡ് ബി V2/3 മൈനസ് 2V1 ആണെങ്കിൽ, അങ്ങനെ ആവണമെങ്കിൽ R4ന്റെ വാല്യൂ എത്രയായിരിക്കും? ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കി. R4ന്റെ വാല്യൂ എത്രയാണെന്ന് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു സിഗ്നൽ ഗ്രൗണ്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ V2 ഗ്രൗണ്ട് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുക. ദെൻ V1 ഗ്രൗണ്ട് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുക. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി, അതിൻ്റെ രണ്ട് ഔട്ട്പുട്ടിൻ്റെ സം ആയിരിക്കും. അങ്ങനെ ആവുമ്പം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫോം നോക്കുക. അതിന് ശേഷം നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് കിട്ടേണ്ടത് ഇതാണ്, ഈ വാല്യൂ ആണ് കിട്ടേണ്ടത്. സോ അങ്ങനെ കിട്ടാൻ R4ന്റെ വാല്യൂ എത്രയായിരിക്കണമെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ആൻസർ കിട്ടുക VT. നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തു പോകാം. നിങ്ങൾ ഈ ബോർഡിലേക്ക് നോക്കണ്ട, നിങ്ങൾ തന്നെ ചെയ്ത് അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഈ V2 is equal to 0, V0 is equal to V1 into minus 10k divided by 5k, that is minus 2 V1. If V1 is equal to 0, V0 is equal to വോൾട്ടേജ്, ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V2 into 10k divided by R4 plus 10k, ഇവിടെ വരുന്ന വോൾട്ടേജ് into 1 plus RF by R1, that is 1 plus 5k plus 10k. Divided by 1 plus RF by R1. So this is equation 2. So the out voltage V0 എന്തായിരിക്കും? V0 is the sum of equation equal to 1 plus 2, equation 1 plus 2 ആയിരിക്കും. That means this plus V2 into 10k divided by R4 plus 10k into 1 plus 10k divided by 5k minus 2V1 is equal to V0. Okay, so എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് V0 should be V2 divided by 3 minus 2V1 ആണ് വേണ്ടത്. So we require V0 as
v2 by 3 minus 2v1. Equation 3, equation 4. Compare equation 2 and 4. Sorry, compare 3 and 4. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ദിസ് ഇസ് മൈനസ് 2v1 തന്നെ കിട്ടും. അപ്പം v2 ഇൻറ്റു 1/3 എന്ന് പറയുന്ന സോ ദ 1/3 എന്ന് പറയുന്ന 10k ഡിവൈഡഡ് ബൈ R4 പ്ലസ് 10k ഇൻറ്റു 1 പ്ലസ് 10k ഡിവൈഡഡ് ബൈ 5k ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ഇക്വേഷൻ രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ് 1/3 should be 10k divided by R4 കാരണം v2 ഇവിടെ ഉണ്ട്. സോ ഇത്രയും ഫാക്ടർ എന്ന് പറയുന്നത് 1/3 ആയിരിക്കും, ഇൻറ്റു 1/3 ആയിരിക്കും. സോ R4 പ്ലസ് 10k ഇൻറ്റു 1 പ്ലസ് 10k divided by 5. Okay. So this എന്ന് പറയുന്നത് 5 plus this is 3 ആണ്. So this is 3. So 3 here it is 3. So 1/9 equal to 10k divided by R4 plus 10k. That is equal to R4 plus 10k is equal to 90k. R4 is equal to 80. Okay, clear ആയോ? ക്ലിയർ ആണ് ഈ പ്രോബ്ലം നിങ്ങൾക്ക്? ഓക്കെ, അപ്പം നമ്മളപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് TIFR-നും ജാമിനും ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കൺസെപ്റ്റിൽ തന്നെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, സോ സിമിലർ ആയിട്ടൊരു പ്രോബ്ലം എടുത്താൽ സോ find R if the gain of circuit is minus 12. minus 12 ആണ് ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് എങ്കിൽ ആറിൻ്റെ വാല്യൂ കാണാനാണ്. ഓക്കെ, ഇത് ഗെയിൻ കാണുക, അതായത് V0/Vin കാണുക. അപ്പോൾ V0/Vin നമുക്ക് കിട്ടും, അത് -12 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമുക്കൊരു ആറിൻ്റെ വാല്യൂ ആറിൻ്റെ ഫോമിൽ കിട്ടും. ലെറ്റ് യു ഷുഡ് അസ്യൂം ദിസ് ഈസ് VA ആൻഡ് ദിസ് ഈസ് VB. സോ അപ്ലൈ KCL ആൻഡ് VA. സോ VB ഇൻ ദ ഫോം ഓഫ് Vin കിട്ടും. സോ VBയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V0 ഇൻ ദ ഫോം ഓഫ് Vin കിട്ടും. സോ അതിനകത്ത് ഇക്വേഷൻ ആറിൻ്റെ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ V0 ഇൻ ദ ഫോം ഓഫ് Vin കിട്ടിക്കഴിഞ്ഞാൽ V0 ഡിവൈഡഡ് ബൈ Vin എന്ന് പറയുന്നത് 12 ആയിട്ട് കൊടുക്കുക. അങ്ങനെ 12 ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നോക്കുക, ആറിൻ്റെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ, ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കി.
ഇതിൻ്റെ ആറിൻ്റെ വാല്യൂ കിട്ടുക. $1K കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ,